ചേട്ടാ, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് സജ്ജമായി കഴിഞ്ഞു. കോൺഗ്രസിന്റെ ലക്ഷ്യ 2026 വയനാട്ടിൽ നടക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശം? അല്ല, നമ്മൾ നേരത്തെ പലതവണ പറഞ്ഞ പോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ കോൺഗ്രസ് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു സജീവമായിട്ട്. അതിന്റെ ഭാഗമായിട്ടാണ്, അതിനുള്ള തന്ത്രങ്ങൾ മെനയുന്നതിന് വേണ്ടിയിട്ടാണ് വയനാട്ടിൽ 2 ദിവസത്തെ ലക്ഷ്യ 2026 എന്ന് പറയുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ സമുദായ നേതാക്കൾ 200ഓളം പേരാണ് അതിനകത്ത് പങ്കെടുക്കുന്നത്. പല ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ആണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം ഓരോ ഘട്ടമായിട്ട് ഇങ്ങനെ ചർച്ചകൾ നടക്കുകയാണ്. ഈ 3 മേഖലകളായിട്ട് തിരിഞ്ഞാണ് ചർച്ചകൾ നടക്കുന്നത്. ദക്ഷിണ മേഖല, ഉത്തരമേഖല, മധ്യമേഖല. അപ്പൊ നമുക്കറിയാമല്ലോ, നേരത്തെ നിലവിൽ KPCCക്ക് 3 വർക്കിംഗ് പ്രസിഡന്റുമാരാണുള്ളത്. ഒന്ന് PC വിഷ്ണുനാഥ്, അദ്ദേഹത്തിനാണ് ദക്ഷിണ മേഖലയുടെ ചുമതല. ഒന്ന് AP അനിൽകുമാർ, അദ്ദേഹത്തിന് മധ്യമേഖലയുടെ ചുമതല. പിന്നീട് ഉള്ള ഷാഫി പറമ്പലിന് ഉത്തരമേഖലയുടെ ചുമതല. അങ്ങനെയാണ്. അപ്പോൾ ഈ 3 മേഖലകൾ തിരിച്ച് ഈ 3 പേർക്കും ചുമതലയുള്ള 3 പേരുടെയും അധ്യക്ഷതയിൽ ആ ചർച്ചകൾ അങ്ങനെ പുരോഗമിക്കുകയാണ്. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരു മിഷൻ 2026 എന്ന് പറയുന്ന അത് ഒരു പ്രമേയം അവതരിപ്പിക്കും. എന്താണ് മിഷൻ എന്നുള്ളത് അദ്ദേഹം അവതരിപ്പിക്കും. പിന്നീട് അതിന്മേലുള്ള ചർച്ചകൾ നടക്കും. പ്രധാനമായിട്ടും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടാം, എന്തൊക്കെ മാറ്റങ്ങൾ കൂടുതലായിട്ട് വരുത്തണം, എങ്ങനെ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകണം, എവിടെയൊക്കെയാണ് നമുക്ക് തിരിച്ചടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്, ആ തിരിച്ചടികളെ എങ്ങനെ നമുക്ക് മറികടക്കാൻ കഴിയും, ഓവർകം ചെയ്യാൻ കഴിയും, അതിത്തരത്തിലുള്ള തന്ത്രങ്ങൾ മെനയുക. ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ട്രാറ്റജി എന്തായിരിക്കണം, സ്ഥാനാർത്ഥി നിർണയം ഏത് തരത്തിലായിരിക്കണം, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചർച്ച നടക്കുന്നത്. വിശദമായ ചർച്ചകൾ ഇന്നും നാളെയുമായിട്ടൊക്കെ തന്നെ നടക്കും. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് പുതിയൊരു ഉണർവ് നൽകുന്ന ഒരു ഘടകമായിട്ട് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് സർപ്രൈസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സും, അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു MLA ആയിരുന്ന വ്യക്തിയെ ഒരു മേയർ ഒരു കൗൺസിലർ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. ഒപ്പം തന്നെ മുൻ MLA ആയിരുന്ന അനിലക്കര അവിടെ അടാട്ട് പഞ്ചായത്തിൽ ജയിച്ചു. അദ്ദേഹം ഇപ്പോൾ അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പല കാര്യങ്ങൾ നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടു. ഒരു സർപ്രൈസ് ആയിരുന്നു. അവിടുത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് UDF കളത്തിലിറങ്ങി കളം പിടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഒപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയത്തില് ഒരു മാനദണ്ഡം ഉണ്ടായിരുന്നു. യുവാക്കൾക്ക് ധാരാളം അവസരങ്ങൾ കൊടുത്തു. അവര് മിക്കവാറും എല്ലാവരും ജയിച്ചു വന്നിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ആണെങ്കിലും KSUവിന്റെ ആണെങ്കിലും അല്ലാതുള്ള യുവാക്കളും പുതുമുഖങ്ങളും ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ, വനിതകൾക്ക് നല്ല പരിഗണന കൊടുത്തു. അവരെല്ലാം തന്നെ നല്ലൊരു അളവിൽ ജയിച്ചു വന്നിട്ടുണ്ട്. ആ ജയിച്ചു വന്നവരെയൊക്കെ തന്നെ നമുക്കറിയാം പലയിടത്തും എഴുവേലി പോലെയുള്ള പത്തനംതിട്ടയിലും എഴുവേലി പഞ്ചായത്തിൽ 28 വയസ്സുള്ള ഒരു കോൺഗ്രസിന്റെ നേതാവാണ് പ്രസിഡന്റായിട്ട് വന്നത്. അത്തരത്തിൽ നിരവധി ഇടങ്ങളിൽ ഈ പറയുന്ന ജയിച്ചു വന്ന യുവാക്കൾക്ക്, വനിതകൾക്ക്, ചെറുപ്പക്കാർക്കെല്ലാം തന്നെ, പുതുമുഖങ്ങൾക്കെല്ലാം തന്നെ അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്രസിഡന്റ് സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കോ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും എല്ലാം തന്നെ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുകൾ വരികയാണ്. ഓരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുണ്ട്, ഓരോ മേഖല, ഓരോ വകുപ്പുകൾക്കായിട്ട്. അപ്പോൾ ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കും ഇതേപോലെ തന്നെ നിരവധി ആളുകൾക്ക്, യുവാക്കൾക്കും എല്ലാം തന്നെ പരിഗണന കൊടുക്കാനായിട്ടുള്ള തീരുമാനം വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ യുവാക്കളെയും വനിതകളെയും പുതുമുഖങ്ങളെയും എല്ലാം പരിഗണിച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ് കോൺഗ്രസും UDFും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ സ്വീകരിച്ചത്. ആ നയം തന്നെ കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും നടപ്പിലാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതാണ് നേരത്തെ കഴിഞ്ഞ ആഴ്ച VD സതീശൻ ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് 50% സീറ്റുകൾ യുവാക്കൾക്കും വനിതകൾക്കുമായിട്ട് കൊടുക്കുമെന്ന്. 95ഓളം സീറ്റുകളിലാണ് തോന്നുന്നു കോൺഗ്രസ് മത്സരിക്കാൻ സാധ്യതയുള്ളത്. അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ 47 സീറ്റുകൾ, 50 സീറ്റുകൾക്ക് അടുപ്പിച്ച് ഈ പറയുന്ന യുവാക്കൾക്കും വനിതകൾക്കും ചെറുപ്പക്കാർക്കും ഒക്കെയായിട്ട്, ഈ പുതുമുഖങ്ങൾക്കും ഒക്കെയായിട്ട് കൊടുക്കേണ്ടി വരും. അതിനുള്ള തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ദേശീയ തലത്തിലെ തീരുമാനമാണ്. നമുക്കറിയാമല്ലോ, രാഹുൽ ഗാന്ധി മുൻകാലങ്ങളിൽ തന്നെ, മുൻ വർഷങ്ങളിൽ തന്നെ അത്തരത്തിലുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. യുവാക്കൾക്ക്, വനിതകൾക്കൊക്കെ തന്നെ കൂടുതൽ പരിഗണന കൊടുക്കണം. ടാലന്റ് ഹണ്ട് എന്ന് പറയുന്ന ഒരു പരിപാടി തന്നെ നടപ്പിലാക്കിയത് രാഹുൽ ഗാന്ധിയാണ്. ആ രീതിയിൽ കയറി വന്നവരാണ് നമ്മുടെ ഇപ്പോഴത്തെ യുവ MLA-മാരായിട്ടുള്ള മാത്യു കൊൽനാടൻ ഉൾപ്പെടെയുള്ള പല പ്രമുഖരും. പാർട്ടി വിട്ടുപോയിട്ടുള്ള P സരിനൊക്കെ നമുക്കറിയാം. അവരൊക്കെ തന്നെ അങ്ങനെ കയറി വന്നവരാണ്. അത്തരത്തിൽ നിരവധി ആൾക്കാരെ കൊണ്ടുവരാൻ അത് കേന്ദ്ര നേതൃത്വത്തിന് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി തന്നെ മുൻകൈ എടുത്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ അത് ഇത്തവണയും കേന്ദ്ര നേതൃത്വം ഇപ്പോഴും ആ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവർക്ക് കൂടുതൽ പരിഗണന കൊടുക്കണം എന്നുള്ളത് അത് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നു എന്നാണ്. എന്തായാലും 90 സീറ്റുകളിലധികം കോൺഗ്രസ് മത്സരിക്കുമെന്ന് ഉറപ്പുണ്ട്. പുതിയ ഏതെങ്കിലും പാർട്ടികൾ മുന്നിലേക്ക് വന്നാൽ മാത്രമേ അതിൽ കുറവ് വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നിലവില് പുതിയ പാർട്ടികൾ വരാനുള്ള സാധ്യത നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഈ പറയുന്ന പോലെ ഏതാണ്ട് 90 സീറ്റുകൾ മത്സരിക്കുകയാണെങ്കിൽ ഒരു 50 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെങ്കിലും ഇപ്പോഴേ പ്രഖ്യാപിക്കാനുള്ള ഒരു നീക്കം കോൺഗ്രസ് നടത്തുന്നുണ്ട്. വളരെ തന്ത്രപരമായ ഒരു നീക്കമാണ്. കാരണം
ഈ ജനുവരി 20 കൂടി വി ഡി സതീശൻ ഇന്നലെയും പറഞ്ഞത് ഈ സീറ്റ് നിർണയം മുന്നണിയിലെ സീറ്റ് നിർണയം പൂർത്തിയാകുമെന്നാണ്. അന്ന് നിരവധി പാർട്ടികളുണ്ടല്ലോ. അപ്പോൾ ആ പാർട്ടികൾക്കെല്ലാം തന്നെ ഒരുപാട് ചർച്ച നടത്തി അവർക്ക് അർഹമായ പ്രാതിനിധ്യം കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ സീറ്റ് നിർണയം പൂർത്തിയായി കഴിഞ്ഞാൽ ഓരോ പാർട്ടികളും അവരവരുടെ സ്ഥാനത്ത് തന്നെ ചർച്ചകളിലേക്ക് കടക്കും. കോൺഗ്രസ് ഏകദേശം ഒരു ധാരണ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവരുടെ നിലവിലെ സിറ്റിംഗ് MLA-മാരിൽ 1-2 പേരൊഴികെ ബാക്കി എല്ലാവർക്കും സീറ്റ് കിട്ടാനാണ് സാധ്യത. ഒരാള് ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് മത്സരിക്കാനില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഒപ്പം തന്നെ ഒരു MLA ആയിട്ടുള്ള ആളെ കോൺഗ്രസ് പുറത്താക്കിയിട്ടുണ്ട്, രാഹുൽ മാങ്കൂട്ടം. അപ്പോൾ ബാക്കിയുള്ള MLA-മാർക്ക് സിറ്റിംഗ് MLA-മാർക്ക് എല്ലാം തന്നെ അവർക്ക് വീണ്ടും അവസരം ലഭിക്കാനാണ് സാധ്യത. അതിൽ അവസരം കിട്ടാതെ പോകാൻ സാധ്യത വളരെ കുറവാണ്. എല്ലാവർക്കും തന്നെ സീറ്റ് കൊടുക്കും. കാരണം വിജയ സാധ്യത നോക്കുമ്പോൾ അവർക്ക് മികച്ച രീതിയിൽ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന MLA-മാരാണ് എല്ലാവരും. അപ്പോൾ അവർക്ക് വീണ്ടും കിട്ടും. പിന്നീടുള്ള ഒരു 10-30 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അത് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് നമുക്കറിയാമല്ലോ, ഈ ഫെബ്രുവരിയിൽ വി ഡി സതീശൻ നയിക്കുന്ന ഒരു യാത്ര UDF പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് നേരത്തെ തന്നെ UDF യോഗത്തിന് ശേഷം അത് വി ഡി സതീശൻ തന്നെ പ്രഖ്യാപിച്ചതുമാണ്. അപ്പോൾ ആ യാത്രയിൽ ഈ പറയുന്ന സ്ഥാനാർത്ഥികളെ ഓരോ ജില്ലകളിലും അതാത് സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുക, ജനങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുക എന്നൊരു ലക്ഷ്യമാണ്. പുതിയൊരു നീക്കമാണത് കോൺഗ്രസിന്. സാധാരണ അത്തരം ഒരു പരിപാടി കോൺഗ്രസിന് ഉള്ളതല്ല. ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് പറയുന്ന പോലെ റിലീസായിട്ട് വരിക മാത്രമേ ഉള്ളൂ. അതിന് ഉപരിയായിട്ട് ഇത്തവണ ഈ വി ഡി സതീശന്റെ പ്രതിപക്ഷ നേതാവിന്റെ യാത്രയിൽ ഓരോ ജില്ലകളിലും ഓരോ ഘട്ടങ്ങളിലുള്ള സ്ഥാനാർത്ഥികളെ, ഒരു ജില്ലയിലെ എല്ലാ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കണമെന്നില്ല, ഒരു ഘട്ടത്തിലെ സ്ഥാനാർത്ഥികളെ ഒക്കെ തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട്, ജനങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് എന്താ പറയുക, തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുക എന്നതാണ് പാർട്ടി ലക്ഷ്യമിടുന്നത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള തീരുമാനങ്ങൾ ഈ ഇന്നും നാളെയുമായിട്ട് നടക്കുന്ന ബത്തേരിയിലെ ലക്ഷ്യം 2026 ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതുമായിട്ട് ചേർത്ത് വെക്കേണ്ടതല്ലേ വി ഡി സതീശനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണം? വി ഡി സതീശന്റെ ഇത്തരം കോൺഗ്രസ് എന്ന പാർട്ടിയെയും അല്ലെങ്കിൽ മുന്നണിയെയും UDF എന്ന മുന്നണിയെയും ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ അത് പേടിച്ചുകൊണ്ട് തന്നെയല്ലേ CPM ഇത്തരം? തീർച്ചയായിട്ടും. പിന്നെ അത് നമുക്ക് പറയേണ്ട കാര്യമല്ല. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പുനർജനി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ 2012 പ്രളയത്തിന് ശേഷം അദ്ദേഹം ഇനിഷ്യേറ്റീവ് എഴുതിയത് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. അതായത് വീട് നഷ്ടപ്പെട്ടവർക്ക്, മറ്റ് ജീവിത ഉൽപ്പന്നങ്ങൾ, ജീവിതോപാധികൾ നഷ്ടപ്പെട്ടവർക്കൊക്കെ തന്നെ കൈത്താങ്ങായിട്ട് മാറാനുള്ള ഒരു പദ്ധതിയാണ്. അത് ഒരുപക്ഷെ നമ്മൾ കൂടുതൽ വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ലോകത്തിൽ തന്നെ മാതൃകയായിട്ട് മാറുന്ന വളരെ വിജയകരമായിട്ട് അദ്ദേഹം നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. 200-ലധികം ആളുകൾക്ക് വീട് വെച്ചു കൊടുത്തു. നിരവധി ആളുകൾക്ക്, ഉപജീവനമാർഗം നഷ്ടപ്പെട്ടവർക്ക്, സ്ത്രീകൾക്ക് തയ്യൽ മെഷീൻ, മറ്റുള്ളവർക്ക് ഈ പറയുന്ന പോലെ പശുക്കള്, അത്തരം കാര്യങ്ങൾ എല്ലാം നൽകിയ ഒരു പദ്ധതിയാണത്. അതിൽ നിരവധി അന്വേഷണം നടന്നതാണ്. ഈ 2021 തോന്നുന്നു ഈ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പെട്ടെന്ന് ഒരു ദിവസം നിയമസഭയിലെ വി ഡി സതീശന്റെ വലിയൊരു പ്രസംഗത്തിന് ശേഷമാണ് ഈ മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട, മുഖ്യമന്ത്രിയുടെ മകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഴിമതിയുടെ പശ്ചാത്തലത്തിൽ വലിയൊരു വിമർശനം ഉന്നയിച്ചുകൊണ്ട് വി ഡി സതീശന്റെ പ്രസംഗമൊക്കെ നടത്തി. അതിന് പിന്നാലെയാണ് ഈ പകരത്തിന് പകരം എന്നുള്ള നിലയിൽ സതീശനെതിരെ വിജിലൻസ് അന്വേഷണമൊക്കെ പ്രഖ്യാപിക്കുകയും അത് 5 വർഷം കഴിയാറായിരിക്കുന്നു. 2021 അവർ അധികാരത്തിൽ വന്നപ്പോൾ നടത്തിയതാണ്. 5 വർഷം കഴിയാറായപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ടൊരു വിജിലൻസിന്റെ ശുപാർശ എന്ന നിലയിൽ, അത് ശുപാർശ ഏതാണ്ട് 1 വർഷം മുൻപേ തന്നെ കൊടുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1 വർഷം മുൻപ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള, വിജിലൻസിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്ക് ലഭിച്ച ഒരു ശുപാർശയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തുവിടുന്നത്. എന്നാണ് പുറത്തുവിടുന്നത്? ഇന്നാണ് പ്രത്യേകത. ഇന്നലെ ഒന്നാമത് ഇന്ന് കോൺഗ്രസിന്റെ അത്തരമൊരു ലക്ഷ്യം എന്ന് പറയുന്ന പരിപാടി അവിടെ നടക്കുന്നു. മാത്രമല്ല ഇന്നലെ രണ്ടാം പിണറായി സർക്കാരിൽ ആദ്യ 2.5 വർഷം മന്ത്രിയായിരുന്ന നിലവിൽ LDF-ന്റെ MLA ആയിട്ടുള്ള ആന്റണി രാജുവിനെതിരെ വളരെ ഒരു എന്താ പറയുക നാണപ്പെട്ട ഒരു കേസിൽ പെട്ട് അദ്ദേഹം അയോഗ്യനാകുന്ന ഒരു വിധി വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ MLA വിധി പകർപ്പ് പുറത്തു വന്നതിൽ അദ്ദേഹം അയോഗ്യനാണ്. MLA സ്ഥാനത്തും അദ്ദേഹം അയോഗ്യനാണ്. അദ്ദേഹം MLA പോലുമല്ല. ആ രീതിയിൽ ഒരു കേസിന്റെ വിധി വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. ഈ ശുപാർശ ഇന്നലെ കൊടുത്ത ഇന്ന് വരുന്ന വാർത്തയാണെങ്കിൽ വിഷയമല്ല. ശുപാർശ 1 വർഷം മുമ്പ് കൊടുത്ത ശുപാർശയെ കുറിച്ചുള്ള വാർത്ത പുറത്തു വരുന്ന ആ ഒരു ടൈമിങ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഒരുങ്ങുന്ന സമയത്ത് LDF ഭരണപക്ഷം സർക്കാർ വലിയ രീതിയിൽ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത പുറത്തു വരുന്നത്. സതീശൻ ഇടതുപക്ഷ അനുഭാവികൾ തന്നെ പിണറായി വിജയനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമൊക്കെ നിലനിൽക്കുന്നുണ്ട്. VS അച്യുതാനന്ദനുള്ള മുൻ മുഖ്യമന്ത്രി
ഈ ആന്റണി രാജുവിനെതിരെ സ്വീകരിച്ച അതെ 2006 നമുക്കറിയാം 2006 ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറ്റപത്രം കൊടുക്കുന്നത്. വലിയ ഏറെ നാളിന് ശേഷമായിട്ട് ഇങ്ങനെ ഒന്നുമില്ലായിരുന്നിട്ട് 2006 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം കഴിയുമ്പോഴാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കുറ്റപത്രം വന്ന് പിന്നീട് DGP ആയിട്ട് വിരമിച്ച TP സുനിൽകുമാർ ഒക്കെ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്താണ് അതിൽ രണ്ടാമതൊരു അന്വേഷണം ഒക്കെ നടത്തിയ കുറ്റപത്രം സമർപ്പിക്കപ്പെടുന്നത് 2006. അന്ന് ഈ സ്ഥാനത്തുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ഈ ആന്റണി രാജു സീറ്റ് ഉറപ്പിച്ചതാണ്. അദ്ദേഹം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലുള്ള നേതാവായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരം ഒരു സീറ്റ് ഉറപ്പിച്ചിരുന്നതായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് VS-നോട് മാധ്യമപ്രവർത്തകർ ഒരു വാർത്താ സമ്മേളനത്തിൽ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ടല്ലോ. അപ്പം പറഞ്ഞു അങ്ങനെയുള്ളവർക്കൊന്നും LDF-ൽ സീറ്റ് ഉണ്ടാകില്ല എന്ന് കർശന നിലപാട് സ്വീകരിച്ച് ആ സീറ്റ് ഉറപ്പിച്ചിരുന്ന ആന്റണി രാജുവിനെ മാറ്റിയ ഒരു നേതാവാണ് VS അച്യുതാനന്ദൻ. പിണറായി വിജയൻ പിന്നീട് വന്നപ്പോൾ അദ്ദേഹത്തിന് ഈ കേസെല്ലാം അറിഞ്ഞിരുന്നുകൊണ്ടാണ് കേട്ടോ സീറ്റ് കൊടുക്കുന്നു, ജയിപ്പിച്ച് പിണറായി വിജയൻ അവിടെ വലിയ രീതിയിൽ ക്യാമ്പയിൻ ചെയ്ത് അയാളെ ജയിപ്പിച്ചതാണ് ആന്റണി രാജുവിനെ. അങ്ങനെ ജയിപ്പിച്ചു കൊണ്ടുവരുന്നു, ആദ്യ ഘട്ടത്തിൽ തന്നെ മന്ത്രിയാക്കുന്നു. അത്തരത്തിൽ എന്താ പറയുക സംസ്ഥാനത്തോട് തന്നെയുള്ള ഒരു വെല്ലുവിളിയായിട്ട് മാറി. കാരണം സാധാരണ ഒരു കേസിൽപ്പെട്ട പ്രതിയെ അല്ല അയാള് രക്ഷിച്ചെടുത്തത്, ഏതെങ്കിലും വിധത്തിൽ രക്ഷിച്ചെടുത്തത്. നമുക്ക് സ്വന്തം കക്ഷികളെ രക്ഷിക്കാനായിട്ട് ഈ പറയുന്ന അഭിഭാഷകരൊക്കെ തന്നെ പല നീക്കങ്ങളും നടത്തും, പല കളികളും കളിക്കും. പക്ഷെ ഇങ്ങനത്തെ അങ്ങനെ ഒരു കേസല്ല. നമ്മൾ രാജ്യവിരുദ്ധ നടപടി എന്ന് കാണുന്ന ഒന്നാണ് എന്താണ് ഈ മയക്കുമരുന്ന് കേസ് എന്ന് പറയുന്നത് അല്ലേ. കേരളമൊക്കെ തന്നെ ലഹരി വിരുദ്ധ ക്യാമ്പയിനും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കേരളമാണല്ലോ. അപ്പോൾ അതില് 30 വർഷം മുൻപ് അത്തരത്തിലൊരു വിദേശിയായിട്ടുള്ള ഒരു വ്യക്തി പ്രതിയായ കേസ്, ആ പ്രതിയെ രക്ഷപ്പെടുത്താനായിട്ട് നോക്കണം. സർക്കാർ പ്രോസിക്യൂഷന്റെ തൊട്ടി മുതലാണ്, അതായത് സർക്കാരിനെതിരെയുള്ള അല്ലെങ്കിൽ സംസ്ഥാനത്തിന് സ്റ്റേറ്റിനെതിരായിട്ടുള്ള ഒരു ആക്രമണമാണത് അയാൾ നടത്തിയത്. അന്ന് അഭിഭാഷകനായിട്ടിരിക്കുകയാണ്. ആ തൊട്ടി മുതൽ കൊണ്ടുവന്ന് അട്ടിമറിച്ചുകൊണ്ട് ആ പ്രതിയെ രക്ഷപ്പെടുത്തിയ ഒരു കേസാണ്. ആ കേസിലെ പ്രതിയെ ജനപ്രതിനിധിയാക്കുക, ആ ജനപ്രതിനിധിയെ ജനങ്ങളെ മന്ത്രിയായിട്ട് ചുമക്കേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞാല് അങ്ങേയറ്റം നാണം കെട്ട ഒരു സംഭവമാണ്. ഇരുട്ടടിയാണ് പിണറായി വിജയന് പ്രതിരോധത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ തന്നെ വരുന്നത്. എന്തായാലും അത് കോൺഗ്രസിനെയും UDF-നെയും ബാധിക്കും. നമുക്കറിയാമല്ലോ വി. ഡി. സതീശൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത് എന്താണ്? CBI വരട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതെങ്കിലും ഒരു നേതാവ് പറയുമോ തനിക്ക് CBI അന്വേഷണം? അത്രയും കോൺഫിഡൻസ് അദ്ദേഹം പറയുന്നുണ്ട്. നിയമപരമായിട്ട് നിലനിൽക്കില്ല. അദ്ദേഹം മികച്ചൊരു അഭിഭാഷകൻ കൂടിയാണ്. വെറും രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, അദ്ദേഹം പണ്ട് ഹൈക്കോടതിയിൽ ഉൾപ്പെടെ പ്രാക്ടീസ് ചെയ്തിരുന്ന മികച്ചൊരു അഭിഭാഷകൻ കൂടിയാണ്. അദ്ദേഹത്തിന് നിയമവശങ്ങൾ നന്നായിട്ട് അറിയാം. അദ്ദേഹം പറയുന്നത് നിയമപരമായിട്ട് ഈ കേസ് നിലനിൽക്കില്ല. കാരണം നേരത്തെയും പലപ്പോഴും അന്വേഷിച്ചിട്ടുള്ള കേസാണിത്. ഇനി അന്വേഷിക്കാനുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ, അതിനെ നിയമപരം രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടും. അതിനെ എതിർപ്പൊന്നും താൻ പറയുന്നില്ല. CBI വരുന്നെങ്കിൽ വരട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. വേറെ ഒരു കേസിലും വന്നില്ലെങ്കിൽ ഇതിൽ വരട്ടെ. കാരണം നമുക്കറിയാമല്ലോ ഇടതുപക്ഷത്തിന്റെ നിലപാടെന്നാണ് CBI-യുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ കേന്ദ്ര ഏജൻസികളിലെ വരണ്ട എന്നുള്ളതാണ് അവരുടെ നിലപാട്. അപ്പോൾ ഈ ഒരു കേസിൽ അവർ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് രാഷ്ട്രീയ കേരള പൊതുസമൂഹം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. അത് വേറെ വിഷയം. അപ്പോൾ അവിടെയാണ് വി. ഡി. സതീശൻ പറയുന്നത് വേറെ ഒരു കേസിലും വന്നില്ലെങ്കിലും തനിക്കെതിരെ ഈ പറയുന്ന പോലെ CBI വരട്ടെ, താൻ ആ അന്വേഷണം നേടാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന് കോൺഫിഡൻസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം. ആ വിഷയത്തിൽ പാർട്ടി ഒറ്റക്കെട്ടായിട്ട് അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരന്നിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിനെ ഇതുകൊണ്ടൊന്നും നശിപ്പിക്കാൻ സാധ്യമല്ല എന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കോൺഗ്രസ് ശക്തമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വരുന്നത്. അതൊന്നും കോൺഗ്രസിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. കൂടുതൽ ശക്തമായിട്ട് കൂടുതൽ മികച്ച എന്താ പറയാ മുന്നൊരുക്കങ്ങൾ കൂടുതൽ കരുത്തോടുകൂടി നടപ്പിലാക്കി കോൺഗ്രസ് മുന്നോട്ട് അതേ വിജയമാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. 100 സീറ്റ് എന്നുള്ളതാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങൾ ആണ് UDF-ൽ വേണ്ടത് എന്നാണ് ഈ പറയുന്ന ഇന്നത്തെ ഈ കോൺക്ലേവില് പറഞ്ഞിരിക്കുന്നത്. 100 സീറ്റ് നിലവില് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴുണ്ട് 85 സീറ്റുകൾ വരെ UDF-ന് ഒരു എഡ്ജ് ഉണ്ട്, മേൽക്കൈയുണ്ട്. 85 സീറ്റുകൾ വരെ കോൺഗ്രസിന് UDF-ന് നേടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലത്തിലൂടെ. എന്നാൽ അവിടെ നിന്നും ഒരു 15 സീറ്റുകൾ കൂടി അധികം നേടി 100 എന്നുള്ള ഒരു മാജിക്കൽ നമ്പറിലേക്ക് നമുക്കറിയാം 2001 AK-ന്റെ സർക്കാരാണ് 100 സീറ്റുകൾ. അതുകൊണ്ട് കഴിഞ്ഞ ഒരു 25 വർഷത്തെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ 99 UDF-നും കിട്ടി, 1 സീറ്റ് അത് കഴക്കൂട്ടത്തായിരുന്നു. കോൺഗ്രസിന്റെ വിമതനായിട്ട് മത്സരിച്ച MA ബാഖദി ജയിച്ചു. അങ്ങനെ അദ്ദേഹം പിന്നീട് തിരികെ കോൺഗ്രസിലേക്ക് വരികയും 100 സീറ്റ് ആവുകയും ചെയ്തു. അങ്ങനെ 100 സീറ്റ് നേടി അധികാരത്തിൽ വന്ന ഒരു സർക്കാരായിരുന്നു ആന്റണി സർക്കാർ. അതിനുശേഷം വന്ന LDF സർക്കാരിന് 98 സീറ്റുകൾ വരെയൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ 100ലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു മാന്ത്രിക നമ്പറിലേക്ക് എത്തുക എന്താണ് കോൺഗ്രസും UDF ലക്ഷ്യമിടുന്നത്. അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുക എന്നതാണ് അവര് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സ്ഥാനാർത്ഥി നിർണയമൊക്കെ
നേരത്തെ നടത്തുക, പരമാവധി നേരത്തെ നടത്തിക്കൊണ്ട് ഈ പറയുന്ന പോലെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തെ കടക്കുക. നമ്മളിപ്പോൾ ഈ പറയുന്നുണ്ടല്ലോ, ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിലെ യുവാക്കൾക്ക്, വനിതകൾക്കൊക്കെ കൂടുതൽ പരിഗണന കൊടുക്കുകയാണ്. പക്ഷെ 2021 കണക്ക് നമ്മൾ പരിശോധിച്ചാല് കൂടുതൽ നിരവധി യുവാക്കളെ കൊണ്ടുവന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത് കോൺഗ്രസ്. കാരണം 2021 ജയിക്കണമെന്നുള്ള ഒരു വാശി വെച്ചുകൊണ്ട് കൂടുതൽ യുവാക്കളെ, വനിതകളെ ഒക്കെ തന്നെ പരീക്ഷിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. പക്ഷേ ആ പ്രഖ്യാപനം വന്നത് വളരെ വൈകിയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് നമുക്കറിയാം, സ്ഥാനാർത്ഥികളെയും ഒക്കെ വളരെ ലേറ്റ് ആകാറുണ്ട്. അത്തരത്തിൽ വൈകി വന്ന സ്ഥാനാർത്ഥികൾക്ക് അവർക്ക് കൂടുതൽ പ്രചരണ രംഗത്ത് തിളങ്ങാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള സമയം കിട്ടിയില്ല. അത് വലിയൊരു തോൽവിക്ക് കാരണമായിട്ടെന്ന് പാർട്ടി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന സ്ഥാനാർത്ഥികളായിട്ട് യുവാക്കളെയും ഒക്കെ തന്നെ പരിഗണിക്കുന്നത് ആദ്യമായിട്ടല്ല, പക്ഷെ അത് കഴിഞ്ഞ തവണ ഇത് വിജയിച്ചില്ല. ഇത്തവണ അത്തരമൊരു തിരിച്ചടി ഉണ്ടാകരുത് എന്ന് വെച്ചുകൊണ്ടാണ് നേരത്തെ തന്നെ ഒരു 2 മാസം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനും 1 മാസം മുൻപ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കളത്തിലിറങ്ങുക എന്നൊരു നീക്കം നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഈ ജനുവരി 20 ശേഷം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടക്കും. ജനുവരി 30 തന്നെ ഒരു അന്തിമ രൂപമായി അത് പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അത്തരത്തിൽ മികച്ച രീതിയിൽ കോൺഗ്രസ് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. അതിനിടയ്ക്ക് വരുന്ന ഈ പ്രതിബന്ധങ്ങളൊന്നും തന്നെ കോൺഗ്രസ് UDF കാര്യമാക്കുന്നില്ല. അതൊക്കെ അതിന്റെ വഴിക്ക് പോകുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. കാരണം ഈ വി സതീശനെതിരൊന്നും ചെയ്യാൻ അതിനകത്ത് ഒരു ചുക്കുമില്ല എന്നുള്ളത് അവർക്കും അറിയാം, LDF-നും അറിയാവുന്ന കാര്യമാണ്. പിന്നെ എന്തെങ്കിലും രാഷ്ട്രീയമായിട്ട് നമുക്കറിയാമല്ലോ, ഈ ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ എതിരാളികളുടെ അല്ലെങ്കിൽ എതിർപാളയത്തിലെ നായകനെ തന്നെ ലക്ഷ്യം വെക്കുക എന്നതാണ് എല്ലാവരും ചെയ്യുക. ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എതിർപക്ഷത്തെ നായകനെ ഇല്ലാതാക്കിയാൽ തങ്ങൾക്ക് ജയിച്ചു കയറാം എന്നാണ് അവർ ലക്ഷ്യമിടുന്നതെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. വി ഡി സതീശന്റെ എന്താ പറയുക, രോമത്തിൽ പോലും തൊടാൻ പറ്റുന്ന ഒരു കേസല്ല ഇതെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ അവർ ചെയ്യുന്നിടത്തോളം ചെയ്യട്ടെ എന്നതാണ് കോൺഗ്രസും എടുത്തിരിക്കുന്ന ഒരു നിലപാട്. അതിനെ നേരിട്ട് കൊണ്ട് തന്നെ മുന്നോട്ട് പോകാം എന്നാണ് വി ഡി സതീശൻ തന്നെ ഇക്കാര്യത്തിൽ പറയുന്നത്.